ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മലബാർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന കൊളോക്കിയം സീരീസിൻ്റെ പ്രഥമ സെഷനിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. ഈ ഫസ്റ്റ് പ്രോഗ്രാമിൽ തന്നെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇസ്ലാമിക് ലോയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇസ്ലാമിക് ലോ എന്ന് നമ്മൾ ഇസ്ലാമിക നിയമം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു വിഷയം, ആ ഒരു വിഷയം സെലക്ട് ചെയ്യാനുള്ള പല സാഹചര്യങ്ങളിൽ ഒന്ന്, നേരത്തെ ആമുഖ പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ തിമാറ്റിക് അതുമായി കണക്ട് ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കാം എന്ന് തീരുമാനിക്കുന്നത്. ഇസ്ലാമിക് ലോ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പല രൂപത്തിൽ കാണാവുന്നതാണ്. ഒരു ലീഗൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിക് ലോ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും. ബട്ട് ആസ് എ സോഷ്യോളജിസ്റ്റ് ആൻഡ് ആൻ ആന്ത്രപ്പോളജിസ്റ്റ്, എൻ്റെ ഒരു ഡിസിപ്ലിനറി ബയസസുകൾ എൻ്റെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കും എന്നുള്ളതുകൊണ്ട് അത് ആദ്യം തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം ഞാൻ ആലോചിച്ചു തുടങ്ങുന്നത് പ്രധാനമായും നമ്മുടെ ഒരു പോപ്പുലർ നെറേറ്റീവിൽ നിന്നാണ്. ഇപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക് ലോ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് പെട്ടെന്ന് വരുന്നത്? സ്വാഭാവികമായിട്ടും ഇസ്ലാമിക് ലോ ഒരു സമകാലിക പശ്ചാത്തലത്തിൽ എന്ന് നമ്മൾ ഒരു വിഷയം സെലക്ട് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവൻസുകൾ, പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ലീഗൽ ഇവൻറ്റ്സ് എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങൾ, മുസ്ലിം പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, വളരെ റീസെൻ്റായിട്ട് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് പറയുകയാണെങ്കിൽ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ മുസ്ലിം നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലായ്പ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പരിതസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇസ്ലാമിക് ലോ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് മോസ്റ്റ്ലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ പോപ്പുലർ നെറേറ്റീവിലുള്ള അതിൽ പരിചയപ്പെടുത്തപ്പെടുന്ന ഇസ്ലാമിക നിയമം എന്താണ്? ആ ഇസ്ലാമിക നിയമം എങ്ങനെയാണ് നമ്മുടെ ആലോചനകളെ സ്വാധീനിക്കുന്നത്, നമ്മുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്നത്, അതേസമയം നമ്മിൽ ഒരുപാട് കൺഫ്യൂഷനുകൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? ഈ ഒരു റൂട്ടിലൂടെയാണ് എൻ്റെ ഒരു ടോപ്പിക്ക് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യമായി ഈ വിഷയത്തിൽ ഉള്ള ചില റിസർവേഷനുകൾ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈസ് ദ ഐഡിയ ഓഫ് കണ്ടംപററി. ഈ ഒരു ടോപ്പിക്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഇസ്ലാമിക് ലോ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുമ്പോൾ, കണ്ടംപററി എന്ന് പറയുന്ന ഒരു ടേം അതിന് ചില പ്രത്യേകമായ ചില അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ പ്രസിദ്ധ ആന്ത്രപ്പോളജിസ്റ്റായിട്ടുള്ള പോൾ റബിനോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് വന്ന പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൽ കണ്ടംപററി എന്ന് പറയുന്ന ഒരു ആശയം, കണ്ടംപറയാനിറ്റി എന്ന് പറയുന്ന ആശയം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ഇതിനെങ്ങനെ മനസ്സിലാക്കേണ്ടത്, ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ആൻഡ് ഹീ ഈസ് മേക്കിംഗ് സം ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കണ്ടംപറാനിറ്റി ആൻഡ് മോഡേണിറ്റി. മോഡേണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിന് ഇസ്ലാമിക് ലോ ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറയാം. മോഡേൺ ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവരുന്ന കുറേ അർത്ഥതലങ്ങളുണ്ട്. മോഡേൺ ഇന്ത്യ എന്ന് പറയുമ്പോൾ സെക്യുലർ ഇന്ത്യ, ഒരു ബ്രിട്ടീഷ് ആൻഡ് പോസ്റ്റ് ബ്രിട്ടീഷ് പീരിയഡിലൂടെ കടന്നുപോയ ഒരുപാട് ചേഞ്ചസുകൾ, ഒരു മിഡിൽ ക്ലാസിൻ്റെ എമർജൻസ്, ഐഡൻറ്റിറ്റി ഫോർമേഷൻസ്, സിവിൽ സൊസൈറ്റി ഫോർമേഷൻ, നാഷൻ സ്റ്റേറ്റ്
എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻസ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര പശ്ചാത്തലം മോഡേണിറ്റിക്കുണ്ട്. ഇപ്പോൾ കണ്ടംപററി എന്ന് പറയുമ്പോൾ ആ ചരിത്ര പശ്ചാത്തലത്തിലെ ഒരു മൊമെൻ്റാണ് അതിൻ്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടുള്ള സഞ്ചാരമല്ല, നമ്മുടെ ഇപ്പോഴത്തെ സമകാലിക മോഡേണിറ്റിക്ക് അകത്ത ഒരു മൊമെൻറ്റിനെ പ്രതിപാദിക്കാനാണ് നമ്മൾ കണ്ടംപററിറ്റി എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ഡിസ്കസീവ് ആയിട്ടുള്ള കുറേ തലങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഈ ടോക്ക് ആരംഭിച്ചപ്പോൾ പറഞ്ഞ, ഇപ്പോൾ നമ്മൾ ഈ ഇസ്ലാമിക് ലോ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന കുറേ ഇമാജിനേഷനുകളുണ്ട്, ഇപ്പോഴത്തെ ഡിബേറ്റ്സുകൾ തുടങ്ങിയ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ എങ്ങനെയാണിത് മനസ്സിലാക്കപ്പെടുന്നത്, എങ്ങനെയാണത് വിലയിരുത്തപ്പെടുന്നത്, എങ്ങനെയാണ് അത് വ്യത്യസ്തമാവുന്നത്, ഇതാണ് വിഷയത്തിലുള്ളത്. എങ്കിലും ആ ഒരു കണ്ടംപററി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഞാൻ എൻ്റെ ടോക്ക് കൊണ്ടുപോകുന്നത്, ജനറലി ഒരു മോഡേൺ സെക്യുലർ ഇന്ത്യ എന്നുള്ള നിലക്ക് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക് ലോ എന്ന് പറയുമ്പോൾ പൊതുവിൽ ഇന്നത്തെ ഒരു കണ്ടംപററി പശ്ചാത്തലത്തിൽ അതിനെ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേഴ്സണൽ ലോയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. പേഴ്സണൽ ലോ എന്ന് പറയുമ്പോൾ 1937 ശരിയ ആപ്ലിക്കേഷൻ ആക്ട്, അതേപോലെ 1939 ഡിസൊല്യൂഷൻ, മാരേജ് ഡിസൊല്യൂഷൻ ആക്ട്, ഈ 2 ആക്റ്റുകളാണ് ഇന്ത്യയിലെ മുസ്ലിം പേഴ്സണൽ ലോൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. അതിനെ തുടർന്ന് വീണ്ടും ഒരുപാട് ലെജിസ്ലേഷനുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള പ്രമാദമായിട്ടുള്ള ഷാബാനു കേസ്, വളരെ റീസെൻ്റായിട്ട് പാർലമെൻറ്റിൽ ചുട്ടെടുത്ത മറ്റൊരു ബിൽ, ഷെയറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു റീസെൻ്റായിട്ട് വന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ ഭാഗമായിട്ട് കോടതി തീർപ്പ് കൽപ്പിക്കുകയും പിന്നീട് പാർലമെൻറ്റ് അംഗീകരിക്കുകയും ചെയ്ത മറ്റൊരു ബിൽ, അത് ട്രിപ്പിൾ തലാഖുമായി ബന്ധപ്പെട്ട തലാഖുൽ ബായിൻ എന്ന് പറയുന്ന അതിനെ ക്രിമിനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബില്ല്. അപ്പോൾ ഇതൊക്കെ മുസ്ലിം പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ ലോസാണ്. അപ്പോൾ ഈ ഒരു ലോ ഉൾക്കൊള്ളുന്ന ചില നിയമങ്ങളുണ്ട്. മുസ്ലിം മാരേജുമായി ബന്ധപ്പെട്ട, ഡിവോഴ്സുമായി ബന്ധപ്പെട്ട, ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ട, അതോടൊപ്പം മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട, അത് മാരേജിന് ശേഷമുള്ള മെയിൻ്റനൻസ്, ഡൗറി, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ. ഇതാണ് മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഒരു ലീഗൽ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ വാട്ട് ഈസ് ഇസ്ലാമിക് ലോ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് ചോദിച്ചാൽ ബേസിക്കലി ഇസ് എ പേഴ്സണൽ ലോ. അപ്പോൾ പേഴ്സണൽ ലോ ജനറലി ക്ലാസിഫൈ ചെയ്യുന്ന ഇന്ത്യൻ ഒരു ലീഗൽ സ്ട്രക്ചറിനകത്ത് ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു സിവിൽ ലോയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന കുറച്ച് ലോസ് ആയിട്ടാണ്. അപ്പോൾ അതിനെ പിന്നെ ഒരു ക്രിമിനൽ ലോയുമായിട്ട് അതിനെ ഡിസ്റ്റിങ്ഷ് ചെയ്തുകൊണ്ട്, അതായത് ക്രിമിനൽ ലോ ഇസ് എ ജനറൽ ലോ, ഇറ്റ്സ് എ റൂൾ ഓഫ് ലോ ഇൻ എ സെൻസ്. അതായത് അതിൽ ഡൈവേഴ്സിറ്റികൾക്ക് പ്രാധാന്യമില്ല, എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന കുറേ നിയമങ്ങളാണ് ക്രിമിനൽ ലോസ്. ആ ക്രിമിനൽ ലോസ് 1861 IPC എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇതിനെ തുടർന്നുള്ള മറ്റ് CRPC ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് നാഷണൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ലോസ്, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബേസിക് ലോസ്. അതിനകത്ത് വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട, വ്യക്തികളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു ഏരിയയാണ് സിവിൽ ലോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോപ്പർട്ടി, ട്രസ്റ്റ്ഷിപ്പ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന, അലൈൻ ചെയ്ത് നിൽക്കുന്ന കുറച്ച് ലോസാണ് മുസ്ലിം പേഴ്സണൽ ലോസ് ആയിട്ട് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. മുസ്ലിം പേഴ്സണൽ ലോസ് പോലെ തന്നെ മറ്റു പല പേഴ്സണൽ ലോസുകളും ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഈ വളരെ റീസെൻ്റായിട്ട് ഇപ്പോൾ നമ്മുടെ കണ്ടംപററി പൊളിറ്റിക്കൽ ഡിബേറ്റ്സിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദ കാൾ ഫോർ യൂണിഫോം സിവിൽ കോഡ്, അതും നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയാണ്. അപ്പോൾ മൊത്തത്തിൽ പേഴ്സണൽ ലോ ഒരു വലിയ രൂപത്തിലൊരു ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലാണ് നമ്മളുള്ളത്. മോഡേണിറ്റിക്ക് അകത്ത് തന്നെ ഈ കണ്ടംപററി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് കൂടി സൂചിപ്പിക്കാനാണ് ഞാൻ പ്രത്യേകത സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ മുസ്ലിം പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഹൂ ആർ ദി ഏജൻസീസ്
ഇൻ മുസ്ലിം പേഴ്സണൽ ലോ എന്ന് ഒരു 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 ലീഗൽ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ഉത്തരങ്ങളുണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, അതേപോലെ ശരിയ കോർട്ട് എന്ന് പറയുമ്പോൾ ഖാദി ലോസ് എന്നൊക്കെ പറയുന്ന, അതായത് ഖാദിയുടെ നിയന്ത്രണാധികാരത്തിലുള്ള ഇസ്ലാമിക് ലോയുടെ ആപ്ലിക്കേഷൻസ്, അത് മാരേജും ഡിവോഴ്സും തുടങ്ങിയ ഫസ്ഖ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു സംഗതി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെയാണ് അതിൻ്റെ ഏജൻസികൾ. ഇപ്പോൾ പള്ളിയിലെ ഇമാമ് മുതൽ ഒരു സ്കോളർ മുതൽ ഇവരൊക്കെ പേഴ്സണൽ ഇസ്ലാമിക് ലോൻ്റെ ഏജൻസികളായിട്ടാണ് ഇവരെ കണ്ടുവരുന്നത്. അപ്പോൾ ഇവരെയാണ് നമ്മൾ ഇസ്ലാമിക് ലോൻ്റെ കോണ്ടെക്സ്റ്റിൽ ലീഗൽ ബോഡീസ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ സെറ്റിംഗ്. ഇപ്പോൾ ഹൗ ദ ഇസ്ലാമിക് ലോ ഈസ് ഫങ്ഷനിങ് ഇൻ കണ്ടംപററി ഇന്ത്യ എന്നൊരു ചോദ്യത്തിന് ഒരു ലീഗൽ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ആൻസർ വുഡ് ബി പേഴ്സണൽ ലോ ആൻഡ് റിലേറ്റഡ് പ്രാക്ടീസസ്. അതാണ് അതിൻ്റെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്. അതിനൊരു വിശദമായ തലത്തിൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ പ്രസൻറ്റ് പൊളിറ്റിക്കൽ ഒരു ഇന്ത്യൻ സെക്യുലർ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഈ മുസ്ലിം പേഴ്സണൽ ലോയുടെ അല്ലെങ്കിൽ ഇസ്ലാമിക് ലോ എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു ലോയുടെ ഫങ്ഷനിങ്ങിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇസ്ലാമിക് ലോയുടെ അല്ലെങ്കിൽ പേഴ്സണൽ ലോയുടെ ഫങ്ഷനിങ് സൂചിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ വെരി ഐഡിയ ഓഫ് സെക്യുലറിസം ഇൻ ഇന്ത്യ. അതോടൊപ്പം ലീഗൽ പ്ലൂറലിസം എന്ന് പറയുന്ന ഒരു ആശയത്തെയും ഈ ഇസ്ലാമിക് ലോയുടെ ഫങ്ഷനിങ് സൂചിപ്പിക്കുന്നുണ്ട്. ലീഗൽ പ്ലൂറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ മൾട്ടിപ്പിൾ ലീഗൽ എൻറ്റിറ്റീസ് വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ആശയമാണ്. അതിപ്പോൾ ജോൺ ഗ്രിഫിത്ത് മുതൽ പല ഓതേഴ്സ്, പിന്നെ ലീഗൽ ഫിലോസഫേഴ്സ് അതിനെ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഗ്രിഫിത്ത് പറയുന്നത് ഹീ ഈസ് മേക്കിംഗ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വീക്ക് ലീഗൽ പ്ലൂറലിസം ആൻഡ് സ്ട്രോങ് ലീഗൽ പ്ലൂറലിസം. അപ്പോൾ വീക്ക് ലീഗൽ പ്ലൂറലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് സ്ട്രക്ചറിനകത്ത് ഇൻഡിജീനിയസ് ആയിട്ടുള്ള കസ്റ്റമറി ആയിട്ടുള്ള ലോസിനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടൊരു ഫെസിലിറ്റേഷൻ നടക്കുകയും ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് പറയുക, വീക്ക് ലീഗൽ പ്ലൂറലിസം എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വീക്ക് പ്ലൂറലിസം ഈസ് ജനറലി ജൂറിസ്റ്റിക്കലി എൻ അക്സെപ്റ്റഡ് ഐഡിയ. ബട്ട് ഗ്രിഫിത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഹി ഹാസ് സം ബാക്ക്ഗ്രൗണ്ട് ഇൻ sociology, kind of academic backup. So he's arguing that legal pluralism in weak sense is a myth. ലീഗൽ പ്ലൂറലിസം അതായത് ലീഗൽ സെൻട്രിസം, അതായത് ഒരു രാജ്യത്തിനകത്ത് വളരെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ലോ ബേസ്ഡാണ് ആളുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇസ് എ മിത്താണ്, അതൊരു ഇല്യൂഷനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. കാരണം എന്താ വെച്ചാൽ ഒരു സ്റ്റേറ്റ് എൻറ്റിറ്റി, ഒരു ലീഗൽ സ്ട്രക്ചറിനകത്ത് മൾട്ടിപ്പിളായിട്ടുള്ള മറ്റു പല ലീഗൽ ബോഡീസ് ഉണ്ടാകും. ആ ലീഗൽ ബോഡീസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സോഷ്യൽ ബോഡീസുകൾ ഉണ്ടാവും. അപ്പോൾ ഇവയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റാണ് യഥാർത്ഥത്തിൽ ആ ലോനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഡോമിനൻറ്റ് ലീഗൽ സ്ട്രക്ചർ ഈസ് ഇൻ നെഗോഷിയേഷൻ വിത്ത് ദി ലോക്കലൈസ്ഡ്, കസ്റ്റമൈസ്ഡ്, പാരലൽ ലീഗൽ സ്ട്രക്ചർ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. സോഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ശരിക്കും എപ്പോഴും നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോ എപ്പോഴും ഒരു ലോക്കൽ കോണ്ടെക്സ്റ്റിൽ എപ്പോഴും നെഗോഷിയേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ അപ്പോൾ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു ബില്ല് തന്നെ എടുക്കുക. അത് ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇപ്പോൾ നിലവിൽ അത് ക്രിമിനലൈസ് ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട. പക്ഷേ ഇതിനൊക്കെ ബൈപ്പാസ് ചെയ്യുന്ന രൂപത്തിലാണ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് പലപ്പോഴും. ഈ ബൈപ്പാസിങ് നടക്കുന്നത് മേ ബി ബിക്കോസ് ഓഫ് അതർ ലീഗൽ ബോഡീസ് എക്സിസ്റ്റിംഗ് ദാറ്റ് വാലിഡേറ്റ്സ് ദാറ്റ് ബൈപ്പാസിങ് ഇൻ സം അതർ വേ. അപ്പോൾ എപ്പോഴും ആ ഒരു ഡിഫറൻഷ്യാലിറ്റിയെ ഒരു പക്ഷേ സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യും, നെഗോഷിയേറ്റ് ചെയ്യും, പല രൂപത്തിൽ നെഗോഷിയേറ്റ് ചെയ്യും. വിത്തൗട്ട് സച്ച് നെഗോഷിയേഷൻസ് ദ സ്റ്റേറ്റ് കനോട്ട് ഫങ്ഷൻ, ബിക്കോസ് സ്റ്റേറ്റ് കനോട്ട് കൺട്രോൾ ദി ഓൾ ബോഡി ഓഫ് ദി സൊസൈറ്റി വിത്തിൻ ഇറ്റ്സ് ടെറിട്ടറി. അപ്പോൾ
society has its own rules and regulations that may surpass the state structure in many ways. അപ്പോൾ ആ ഒരു ആശയത്തിലും ആലോചിക്കുമ്പോൾ ലീഗൽ പ്ലൂറലിസം ഈസ് ദ റിയാലിറ്റി. അപ്പോൾ ആ ലീഗൽ പ്ലൂറാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സെർട്ടൺ ലോസ് ആണ് ആക്ച്വലി മുസ്ലിം പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത്. പിന്നെ മുസ്ലിം പേഴ്സണൽ ലോൻ്റെ മറ്റൊരു പ്രത്യേകത, ഇറ്റ് ഈസ് ഇറ്റ് വിൽ ഷോസ് ദാറ്റ് ഇപ്പോൾ മുസ്ലിം പേഴ്സണൽ ലോൻ്റെ അകത്ത് വരുന്ന ഡിവോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാരേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ട കാര്യം, ഇതിലൊക്കെ സ്റ്റേറ്റും നോൺ സ്റ്റേറ്റും, സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ലീഗൽ ബോഡീസ് കംസ് ടുഗദർ ആൻഡ് അഡ്ജുഡിക്കേറ്റ്. അപ്പോൾ പ്രസിദ്ധ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഗോപിക സോളങ്കി ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇറ്റ്സ് എ ഷെയർഡ് അഡ്ജുഡിക്കേറ്ററി മോഡൽ ആണ് എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒരു വ്യക്തിക്ക് ഒരു പേഴ്സണൽ ലോയിനെയും ബന്ധപ്പെടാതെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റ് പ്രത്യേക പരിരക്ഷ കൊടുക്കുന്നൊരു വിവാഹമാണത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു സ്റ്റേറ്റ്, അത് സ്റ്റേറ്റും എന്ത് ചെയ്യുന്നുണ്ട്, വിവാഹത്തിൽ ഇടപെടുന്നുണ്ട്. അതായത് സ്റ്റേറ്റിൻ്റെ ഒരു ലീഗൽ സ്ട്രക്ചറിനകത്തും വിവാഹം പോസിബിളാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം പേഴ്സണൽ ലോൻ്റെ അകത്തും വിവാഹം പോസിബിളാണ്. അപ്പോൾ ഈ വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ട സംഗതികൾ, ഇവിടെ സ്റ്റേറ്റിനും കുറച്ച് സ്റ്റേക്ക് ഉണ്ട്, നോൺ സ്റ്റേറ്റ് ബോഡീസിനും സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എൻ അഡ്ജുഡിക്കേറ്ററി, ഷെയർഡ് അഡ്ജുഡിക്കേറ്ററി മോഡലാണ്. അതായത് വേർ ദ സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് കംസ് ടുഗദർ ആൻഡ് ദേ ആർ ട്രൈങ് ടു കോമ്പീറ്റ് ഇൻ സം സെൻസ്, പിന്നെ ഒരു ലീഗൽ സ്ട്രക്ചറിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിൽ ആ ഒരു സംഗതി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ലീഗൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇസ്ലാമിക് ലോ ഫങ്ഷൻ ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ടാവുന്നുണ്ട്, ഇതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ദ പ്രോബ്ലംസ് വിൽ കംസ് ഫ്രം ആൻ ആപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ചിലയിടത്ത് മുസ്ലിം പേഴ്സണൽ ലോവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്തെടുത്ത് വന്ന പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അത് ഈ ജനറൽ ലോ തന്നെ പ്രിസപ്പോസ് ചെയ്യുന്ന കുറേ ബേസിക് ആയിട്ടുള്ള നോഷൻസിനെ വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് എപ്പോഴും സ്റ്റേറ്റിൻ്റെ ഒരു ഇൻട്രൂഷൻ, സ്റ്റേറ്റിൻ്റെ ഒരു ഇടപെടൽ വരുന്ന സമയങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫാമിലി ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സ്റ്റേറ്റ് ഇടപെടുന്നത് പലപ്പോഴും ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിന് വയലേഷൻ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ആരെങ്കിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലിറ്റിഗേഷൻ കോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ കോർട്ട് ഒരു പക്ഷേ ദേ വിൽ കൺസിഡർ ഇറ്റ്. ഇപ്പോൾ 2017 ജഡ്ജ്മെൻറ്റ് പ്രകാരം ട്രിപ്പിൾ തലാക്ക് അത് ലീഗലൈസ് ചെയ്യപ്പെടുന്നത് ബിക്കോസ് ഓഫ് ഇറ്റ് വയലേറ്റ്സ് ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ. അതായത് ട്രിപ്പിൾ തലാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ആർബിട്രറി പ്രോസസ്സ് അക്കോർഡിംഗ് ടു ലോ. അതായത് ഒരു സ്ത്രീക്ക് ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ 1939 ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് ആക്ട് പ്രകാരം, അതന്നെ പിന്നീട് പേഴ്സണൽ ലോയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അത് പ്രകാരം ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുരുഷൻ ഡിവോഴ്സ് കൊടുക്കുന്നില്ലെങ്കിലും പോയിട്ട് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്ത നിയമമാണത്. അങ്ങനെയുള്ള ഈ ഹുൽ നിയമങ്ങളിൽ പക്ഷേ അതൊരു ജുഡീഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ അത് നടക്കുള്ളൂ. അതായത് ഒരു ജഡ്ജിൻ്റെ മീഡിയേഷനിലൂടെ മാത്രമാണ് ആ ലോ അപ്ലൈ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ട്രിപ്പിൾ തലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിപ്പിൾ തലാക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ആർബിട്രറി. എ മാൻ ക്യാൻ ഡിവോഴ്സ് ഹിസ് വൈഫ് എനി ടൈം വിത്ത് സം വേർഡ്സ്. ഇറ്റ്സ് എ വെരി ആർബിട്രറി ആൻഡ് ഇറ്റ് വയലേറ്റ്സ് ദ റൈറ്റ്സ് ഓഫ് വിമൻ. അപ്പോൾ ആ ഒരു ബേസിക് സംഗതിയിൽ നിന്നുകൊണ്ടാണ് ഇതിലുള്ള കൺഫ്യൂഷനുകൾ വരുന്നതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതും ലീഗൽ റെവല്യൂഷൻ നടക്കുന്നതും തുടങ്ങിയ. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലീഗൽ സ്ട്രക്ചറിനകത്ത് പേഴ്സണൽ ലോ എപ്പോഴും ഒരു ട്രബിൾ മേക്കിംഗ് സംഗതിയാണ്. കാരണം അത് പേഴ്സണൽ ലോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഇൻഡിജീനിയസ് ലോ ഇൻ അക്കോർഡിംഗ് ടു ലോ, കസ്റ്റമറി ലോ. ആ കസ്റ്റമറി ലോ എപ്പോഴും മെയിൻ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റാഷണലായിട്ടുള്ള മാക്സ് വെബറൊക്കെ പറഞ്ഞ ഒരു റാഷണൽ ലീഗൽ എൻറ്റിറ്റിയാണ് സ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു ഇതിനെപ്പോഴും
എപ്പോഴും ഒരു ടെൻഷനിൽ നിൽക്കുന്ന ഒരു സംഗതിയായിട്ടാണ്. അപ്പോൾ ആ ടെൻഷൻ എപ്പോഴും പ്രോബ്ലംസിനുണ്ടാക്കുന്നു. അത് ഒരുപാട് ലീഗൽ സ്കോപ്പ്, അതായത് ഇപ്പോൾ ലോയേഴ്സിന് കൂടുതൽ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാനുണ്ട്. ഇതാണ് ഇസ്ലാമിക് ലോയുമായി ബന്ധപ്പെട്ട ജനറൽ ഡിസ്കഷൻ്റെ ഒരു തലം എന്ന് പറയുന്നത്. ബട്ട് ഐ ആം ട്രൈങ് ടു തിങ്ക് ഡിഫറെൻ്റ്ലി ആൻഡ് മൂവ് അവേ ഫ്രം ദിസ് സോർട്ട് ഓഫ് ഡിസ്കേഴ്സീവ് അനാലിസിസ്. മറ്റൊരു തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇസ്ലാമിക് ലോ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന വിഷയത്തെ വേറൊരു നിലക്ക്, അത് നമ്മൾ കണ്ടംപററി പൊളിറ്റിക്കൽ നമ്മുടെ ഒരു ഡിസ്കഷൻ്റെ തലത്തിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ അറൈസ്, വാട്ട് ഈസ് ഇസ്ലാമിക് ലോ ബേസിക്കലി. അവിടെ മുതൽ തന്നെ നമ്മുടെ ചോദ്യങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണ് വിളിക്കുന്നത്? നമ്മുടെ ജനറൽ ലോയിൽ പറയുന്ന പോലെ മാരേജുമായി ബന്ധപ്പെട്ട, ഡിവോഴ്സുമായി ബന്ധപ്പെട്ട, ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ട, അതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് വഖഫിൽ മാത്രമാണ്. വഖഫ് ഹാസ് നോട്ട് ബീൻ കൺസിഡർ അണ്ടർ ദി മുസ്ലിം പേഴ്സണൽ ലോ, ബട്ട് ഇറ്റ്സ് കൺസിഡർ സ്പെഷ്യലി അണ്ടർ സിവിൽ ലോ. കാരണം അത് പ്രോപ്പർട്ടിയുമായി റിലേറ്റ് ചെയ്ത സംഗതിയാണ്. പക്ഷേ അതിന് മുസ്ലിം പേഴ്സണൽ ലോവുമായി ബന്ധപ്പെട്ട ചില നീക്കുപോക്കുകളുണ്ട്. അപ്പം ജനറൽ ലോയിൻ്റെ അകത്ത് ഫാമിലി, പ്രോപ്പർട്ടി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ സ്റ്റേറ്റ് എപ്പോഴും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ഏരിയകളാണ്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ അതർ നോൺ സ്റ്റേറ്റ് ലീഗൽ ബോഡീസ് ആർ ഓൾസോ ഫങ്ഷനിങ്. അപ്പോൾ ആ ഒരു ടെൻഷൻ എപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് മറ്റൊരു തലമാണ്, ഇസ്ലാമിക് നിയമത്തിൻ്റെ മറ്റൊരു തലം. ഇപ്പോൾ ഇസ്ലാമിക് ലോ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ജോൺ ഗ്രിഫിത്തിൽ നിന്നും കുറച്ചും കൂടി മുന്നോട്ട് പോവേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതായത് അദ്ദേഹം പറഞ്ഞ ആ ഒരു ലീഗൽ പ്ലൂറലിസം, പിന്നെ എങ്ങനെയാണ് കസ്റ്റമറി ലോസ് പാരലലി എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് സെൻട്രലൈസ്ഡ് ലീഗൽ അതോറിറ്റിയുടെ കൂടെ എന്നുള്ളതിനപ്പുറത്ത്, ലീഗൽ പ്ലൂറലിസത്തിനും അപ്പുറത്ത് എങ്ങനെയാണ് ഇസ്ലാമിക് നിയമങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇസ്ലാമിക് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഇറ്റ് ശരിയ? നമ്മുടെ ശരീഅത്താണോ ശരിക്കും ഇസ്ലാമിക് നിയമങ്ങൾ എന്ന് പറയുന്നത്? അതൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്യാൻ വി കോൾ ശരിയ ആസ് എ ലോ? ശരിയനെ നമ്മളൊരു ലോ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? പ്രസിദ്ധ ഇസ്ലാമിസ്റ്റ് സ്കോളറായിട്ടുള്ള ഇസ്ലാമിക് സ്റ്റഡീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഗറായിട്ടുള്ള വായിൽ ബി ഹല്ലാഖ് ഈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരിയ തിയറി പ്രാക്ടീസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പുസ്തകം 2008 പുസ്തകമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ പുസ്തകത്തിൽ അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ലോ എന്ന് പറയുന്ന ലാംഗ്വേജ് ദാറ്റ് റെസ്ട്രിക്റ്റ് ലോട്ട് ഓഫ് സെൻസിബിലിറ്റീസ് അറ്റാച്ച്ഡ് ടു ദ ശരിയ. അതായത് ഇപ്പോൾ നമ്മുടെ ഫിഖ് മാനുവൽ, ഇപ്പോൾ നമ്മൾ ശരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബ്രോഡർ സെൻസിൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ഫിഖ്, അഖീദ, ഖുർആൻ ആൻഡ് ഹദീസ്, സോഴ്സ് ഓഫ് ലോ. ഖുർആൻ ആൻഡ് ഹദീസ് എന്ന് പറയുമ്പോൾ സോഴ്സ് ഓഫ് ലോ എന്നുള്ള നിലക്ക് ഇപ്പോൾ ഫിഖ്, അഖീദ, അതേപോലെ തസവുഫിൻ്റെ ഏരിയകൾ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജാണ് ശരിയ എന്ന് പറയുന്നത്. പക്ഷേ അതിന് വളരെ സ്പെസിഫിക്കലി, വളരെ ജനറലി അതിന് യൂസ് ചെയ്യുന്നത് ഫിഖുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. ഫിഖിനെയാണ് നമ്മൾ ശരിയ എന്ന് പൊതുവേ നമ്മുടെ ഒരു സ്കോളർലി ലാംഗ്വേജിൽ തന്നെ, ഒരു കോമൺ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത് ശരിയ എന്ന് പറഞ്ഞാൽ അത് ഫിഖ് എന്നുള്ള ഒരു നിലക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫിഖ് എടുക്കുകയാണെങ്കിൽ തന്നെയും, ഇപ്പോൾ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഫിഖിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ വിൽ സീ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കാറ്റഗറൈസേഷൻ ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് ബോഡി ഓഫ് നോളജ്. അതായത് അതിൻ്റെ ഒരു ഡിവിഷൻ നോക്കുകയാണെങ്കിൽ ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായത്ത്. അപ്പോൾ ഈ ഒരു ബോഡീനെ നമ്മൾ നോക്കുമ്പോൾ വെർ ഈസ് ലോ? അപ്പോൾ നമ്മൾ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഒന്നും ഫിഖിൽ നമ്മൾ കാണാം. ഖാദിനെ അപ്പോയിൻ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഫിഖിൽ കാണാം. അല്ലെങ്കിൽ ഒരു ഇമാമിനെ നിയമിക്കേണ്ടത് നമ്മൾ ഫിഖിൽ കാണാം. സോ വെൻ വി use this particular category to understand Islamic rules and regulations. I don't want to use the idea of law in that sense. We will be put in trouble. We cannot understand what is going on actually.
അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇസ്ലാമിക്, അപ്പോൾ ഫത്തുൽ മൊയ്ൻ എന്ന് പറയുന്ന ഗ്രന്ഥം അറ്റ്ലീസ്റ്റ് ഇൻ കേരളത്തിൽ സുന്നികൾക്കിടയിലും നോൺ സുന്നികൾക്കിടയിലും ഇൻഫ്ലുവൻഷ്യലാണ് ഫത്തുൽ മൊയ്ൻ. ആ ഒരു ഗ്രന്ഥം എങ്ങനെയാണ് ഇത്രയും വലിയൊരു ജനസമൂഹത്തെ ഇപ്പോഴും റെഗുലേറ്റ് ചെയ്യുന്നത്, അല്ലേ? അവരുടെ ഒരു ബോഡി ഓഫ് റെഗുലേഷൻസ് ആൻഡ് ഗൈഡൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൗ ഡു വി സീ ദിസ് കൈൻഡ് ഓഫ് പ്രാക്ടീസ്, ലൈക്ക് നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഇൻക്ലൂഡിങ് നിക്കാഹ്, ഫസ്ഖ്, ത്വലാഖ്, അതേപോലെ കച്ചവടത്തിൽ ഏർപ്പെടുന്നു, മറ്റു കാര്യങ്ങൾ. ഈ ഒരു അവരുടെ ഡെയിലി പ്രാക്ടീസസുകളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഡെയിലി പ്രാക്ടീസസുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഈ റൂൾസ്, ഈ നോംസിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അപ്പോൾ ഇഫ് വി ടേക്ക് ഇസ്ലാമിക് ലോ ഇൻ ദാറ്റ് സെൻസ്, what we see, the topic will lead us to a very different zone actually. ഇസ്ലാമിക് ലോ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്കോപ്പിനകത്ത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആലിംസ്, അവരുടെ പ്രാക്ടീസുകൾ വരുന്നു, അവരുടെ ഫത്വകൾ വരുന്നു, അവരുടെ ഖാലി, നമ്മുടെ സ്റ്റേറ്റ് എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്ന കുറേ പ്രാക്ടീസുകളുണ്ട്. ഇപ്പോൾ നിക്കാഹ്, ഫസ്ഖ്, ത്വലാഖ്, അതുമാത്രമല്ല അല്ലാതെ തന്നെ ഒരുപാട് പ്രാക്ടീസുകൾ, ഈവൻ പള്ളികളിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ, നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ മനസ്സിലാക്കാൻ നമ്മളെങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ്. ജനറലി ഇതിന് ആന്ത്രപ്പോളജിസ്റ്റുകൾ വളരെ സിംപ്ലിസ്റ്റിക്കലി ഇതിനെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകൾ ഇതിന് സിംപ്ലിസ്റ്റിക്കലി ഇതിനെ മനസ്സിലാക്കുന്നത്, പല ഇസ്ലാമിക് സ്റ്റഡീസ് സ്കോളേഴ്സും ഇതിനെ സിംപ്ലിസ്റ്റിക്കലി മനസ്സിലാക്കിയിട്ടുള്ളത്, ഇസ്ലാമിക് ലോ ഈസ് എ കമ്പൻഡിയം, എൻ അമാൽഗം ഓഫ് ലോ ആൻഡ് എത്തിക്സ് എന്നുള്ളതാണ്. അതായത് ഇസ്ലാമിക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലോ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, എത്തിക്സ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. എത്തിക്സ് എന്ന് പറയുമ്പോൾ അതിൽ വളരെ അപ്പോൾ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോ ആൻഡ് എത്തിക്സ്. ലോ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റഡ് ആയിട്ടുള്ള, ജുഡീഷ്യലി സ്ക്രൂട്ടിനൈസബിൾ ആയിട്ടുള്ള, വളരെ പബ്ലിക്കലി സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ പറ്റുന്ന, റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് ലോ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു ഇൻഡിവിജ്വൽ കോൺസെൻസ്, ഇൻഡിവിജ്വലിൻ്റെ ഇൻറ്റീരിയറുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന കുറച്ച് സംഗതികളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇസ്ലാമിക് ചരിത്രത്തിൽ തന്നെ ആ ഒരു രൂപത്തിൽ പരിശോധിക്കുമ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ ആസിം ബിൻ മാലിക് എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ ചരിത്രം, അപ്പോൾ അവർ സിനയുമായി ബന്ധപ്പെട്ട ഒരു ബാബിൽ അവർ റസൂൽ നബിയെ ഞാൻ ആ ഒരു മാൽ പ്രാക്ടീസിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റസൂൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതെനിക്ക് തോന്നിയതായിരിക്കും, എനിക്ക് അങ്ങനെയില്ല, അത് റസൂൽ എപ്പോഴും അതിന് ഡിനൈ ചെയ്യുന്ന ഒരു രൂപം നമ്മൾ കാണാൻ പറ്റും. റസൂലുള്ള ശരിക്കും അങ്ങനെ ചെയ്ത ഒരാളെ നിഷേധിക്കുകയല്ല, ശരിക്കും റസൂൽ അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തെ, അതായത് ആ സിന എന്ന് പറയുന്ന ആ സംഗതിക്ക് ഒരേ സമയം തന്നെ ഒരു ലോ പാർട്ടുമുണ്ട്, ഒരു എത്തിക്കൽ പാർട്ടുമുണ്ട്. ലോ പാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫ്ലോഗിങ്, എന്താ പറയുക, ചാട്ടവാറ കൊണ്ടുള്ള അടിയോ അല്ലെങ്കിൽ നാട് കടത്തലോ എക്സൈലോ തുടങ്ങിയ ചില സ്റ്റേറ്റ് ചെയ്യേണ്ട കുറച്ച് നിയമങ്ങൾ അപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ ഈ വ്യക്തി പറയുകയാണെങ്കിൽ, അപ്പോൾ അതൊരു വേൾഡ്ലി അഫെയറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ലോ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിനപ്പുറത്ത് നമ്മുടെ ഇൻഡിവിജ്വൽ കോൺസെൻസുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അതിൽ നിന്നുള്ള പരിഹാര മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു മോറൽ റിഫോർമേഷനാണ്, നന്നാവലാണ് തുടങ്ങിയ സംഗതികളുണ്ടല്ലോ. ആ സ്വഹാബിയുടെ പേര് കറക്റ്റാണോ അല്ലേ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാനത് സൂചിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക് ട്രഡീഷനകത്ത് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഒരു ലോഹിരി ആയിട്ടുള്ള ഒരു ഭാഗവും ബാത്തിനി ആയിട്ടുള്ള ഒരു രൂപവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് തല ഉള്ളതുകൊണ്ട് തന്നെ പല ഇസ്ലാമിക് സ്റ്റഡീസ് സ്കോളേഴ്സും പല സോഷ്യോളജിസ്റ്റുകളും ആന്ത്രപ്പോളജിസ്റ്റുകളും ഇതിനെ അണ്ടർസ്റ്റുഡ് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എ കമ്പൻഡിയം ഓഫ് ലോ ആൻഡ് എത്തിക്സ്. ലോ ആൻഡ് എത്തിക്സ് കംസ് ടുഗദർ ആൻഡ് ദാറ്റ് ഫോംസ് ശരിയ ആസ് ഇറ്റ് ഈസ്. അപ്പോൾ ശരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി ഇൻ എ ഡൊമൈൻ ഓഫ് ലോ ബട്ട് ഓൾസോ ഇൻ എത്തിക്സ്, പാർട്ട് ഓഫ് ഇൻ എത്തിക്സ് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ആലോചനയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രസിദ്ധ ആന്ത്രപ്പോളജിസ്റ്റായിട്ടുള്ള തലാലസ് പറയുന്നത്. അതിന് പല കാരണങ്ങളിൽ ഒന്ന്, ഈ ദ വെരി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലോ ആൻഡ് എത്തിക്സ്, എത്തിക്സും ലോയും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ഹാസ് ബീൻ അണ്ടർസ്റ്റുഡ് വെരി സ്പെസിഫിക്കലി ഇൻ മോഡേൺ ടൈംസ്.
എന്നുള്ളതാണ്. അതായത് ലോ എന്ന് പറയുമ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ആലോചനയിൽ തന്നെയും ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്ലി ജുഡീഷ്യലി സ്ക്രൂട്ടിനൈസബിൾ ആയിട്ടുള്ള ബോഡി, അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റ് ആയിട്ടുള്ള എ ബോഡി ഓഫ് ലോസ്, എ ബോഡി ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എത്തിക്സ് ഈസ് സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ഇതിനൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു 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 ഫോർമേഷൻ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ഈ ലോ എന്ന് പറയുമ്പോൾ പലപ്പോഴും അതൊരു ഒരു ജനറലായിട്ടുള്ള ഒരു ബോഡി ആയിട്ട് നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് വളരെ പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ അണ്ടർലൈയിങ് തിങ് ഇൻ ദിസ് കൈൻഡ് ഓഫ് അനാലിസിസ് ഈസ് ദാറ്റ് there is a distinction, private and public in some sense. അതായത് പ്രൈവറ്റ് പബ്ലിക് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എന്നും, എത്തിക്സ് എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു പ്രൈവസി, സംതിങ് ദാറ്റ് റെഗുലേറ്റ്സ് ദ ഇൻഡിവിജ്വൽസ് ഓർ ഇൻഡിവിജ്വൽ സെറ്റിംഗ്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ വ്യക്തിയെ മാത്രമല്ല, ഇൻഡിവിജ്വൽ സെറ്റിംഗ്. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ മുസ്ലിം പേഴ്സണൽ ലോയുടെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡൊമൈൻ ഓഫ് എത്തിക്സ് എന്ന് പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ട്. മുസ്ലിം പേഴ്സണൽ ലോൻ്റെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വാട്ട് പീപ്പിൾ ആർ ഡൂയിങ് ഔട്ട്സൈഡ് ഓഫ് ദ ഡൊമിനൻറ്റ് ലീഗൽ സ്ട്രക്ചർ ഈസ്, നമ്മുടെ ഇപ്പോൾ കമ്മ്യൂണിറ്റി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ദേ ആർ എൻഗേജിങ് ഇൻ എ ഡൊമൈൻ ഓഫ് എത്തിക്സ് എന്നുള്ളതാണ്. അപ്പോൾ എത്തിക്സ് ലോ എന്ന് പറയുമ്പോൾ അതിനെ പ്രൈവറ്റും പബ്ലിക്കുമായിട്ടും പറയുമ്പോൾ ഈ കാറ്റഗറീനെ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി എടുക്കുമ്പോൾ വാട്ട് വി ആർ അസ്യൂമിങ് ഈസ് ദാറ്റ് ദർ ഈസ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എന്ന് പറയുന്നൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇസ്ലാമിക് ലോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് നെവർ അസ്യൂംസ് എ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഡിസ്റ്റിങ്ഷൻ അറ്റ് ഓൾ. അപ്പോൾ നമ്മളൊരു പഴയ ഫിഖ് മാനുവൽ, ഒരു മെഡീവൽ കാലഘട്ടത്തിലെ ഒരു ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ we won't see anything related to public and private. That's something that we attribute to it. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഒരു എത്തിക്കൽ ഡൈമെൻഷൻ ഉണ്ട്, ഒരു ലീഗൽ ഡൈമെൻഷൻ ഉണ്ട്. ഇറ്റ് കംസ് ടുഗദർ. വി ആർ ട്രൈങ് ടു സോൾവ് എ പ്രോബ്ലം ഇൻ സം സെൻസ്, ബട്ട് ആക്ച്വലി ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. ഇൻ ഇസ്ലാമിക് ഒരു ലീഗൽ ഫ്രെയിം വർക്കിനകത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എമർജായി വരുന്നില്ല. അപ്പോൾ ഈ ഒരു പിന്നെ മറ്റൊരു ഡിസ്റ്റിങ്ഷൻ അസദ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് മോഡേൺ ലോൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇറ്റ് ഓൾവേസ് അസ്യൂംസ് an individual that is very autonomous, that has a self, autonomous self. In Islam has to be understood very differently than the way it is being understood in modern times or in modern ഡിസ്കസീവ് കോണ്ടെക്സ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു തല എന്ന് പറയുന്നത് ഇൻ മോഡേൺ സെൻസിൽ ലോ എന്ന് പറയുമ്പോൾ അതിൽ അസ്യൂം ചെയ്യപ്പെടുന്ന സെൽഫ്, അതിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന സെൽഫ്, ആ പ്രാക്ടീസുകളിലൂടെ എമർജ് ചെയ്ത് വരുന്ന സെൽഫ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻറ്റ്. ബിക്കോസ് സെൽഫ് ഹാസ് ബീൻ അണ്ടർസ്റ്റുഡ് ആസ് എൻ ഓട്ടോണമസ്. ദാറ്റ്സ് വൈ വി യൂസ് ദ ഐഡിയ ഓഫ് റൈറ്റ്. അവരുടെ റൈറ്റാണ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം. ബട്ട് വേറാസ് ഇൻ ഇസ്ലാമിക് legal, whatever we call as a legal in Islamic context, അവിടെ ശരിയ എന്ന് പറയുന്നത് it produces a very different kind of discursive register in which it aims to produce certain legal subjects. അപ്പോൾ ഒരു ലീഗൽ സബ്ജക്റ്റിനെ ആദ്യം തന്നെ ഇമാജിൻ ചെയ്യപ്പെടുകയല്ല അവിടെ ചെയ്യുന്നത്, മറിച്ച് ഈ പറയുന്ന പ്രാക്ടീസുകളിലൂടെയാണ് ആക്ച്വലി ഒരു ലീഗൽ ഡിസയറിങ് സബ്ജക്റ്റ് ഉണ്ടായി വരുന്നത്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്പിവാക്കിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആയിട്ട് പറയുന്നത്, സ്പിവാക്ക് ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നത് ഹൂ ഈസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹീ ഈസ് എ ഡിസയറിങ് സബ്ജക്റ്റ്. അതിനൊരു കാരണം അപ്പോൾ നമ്മൾ ആരാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് നമ്മുടെ ഡിസയറാണ് ആക്ച്വലി. അപ്പോൾ നമ്മുടെ എവരിഡേ ലൈഫിലുള്ള നമ്മുടെ
നമ്മുടെ എത്തിക്കൽ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിക് ആവുക എന്ന് പറഞ്ഞാൽ ദേ ആർ പുട്ടിങ് ഇൻ ടു എൻ എത്തിക്കൽ പ്രാക്ടീസ്. സോ ദാറ്റ്സ് ദ വേ their ethics is functioning. In that realm, the law and ethics comes together differently, although there is a distinction placed in very different way. അപ്പോൾ അതുകൊണ്ട് തന്നെ അസദ് പറയുന്നത് നമ്മുടെ മോഡേൺ ഡിസ്റ്റിങ്ഷൻ അകത്തുള്ള ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ബ്രോഡർ സാധനം ഉപയോഗിച്ചിട്ട് ഇസ്ലാമിക് ഇതിനകത്ത് കുറേ ലോ ആൻഡ് എത്തിക്സ് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എന്നും അതിൻ്റെ ഒരു അമാൽഗമേഷനായിട്ടാണ് ശരിയനെ കാണേണ്ടത് എന്ന് പറയുന്ന പല സ്കോളേഴ്സ് ഇൻക്ലൂഡിങ് ബാബർ ജൊഹാൻസൺ അങ്ങനെയുള്ള പല സ്കോളേഴ്സിനോടും അദ്ദേഹം വിയോജിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അസദിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഈ ഒരു തലത്തിലുള്ള ഒരു ഫോർമേഷൻ നടക്കുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈമിലാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ടൈമിലാണ്, ഇൻ മോഡേൺ ടൈംസിൽ. അപ്പോൾ അതിൻ്റെ ഒരു ലീഗൽ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ഇപ്പോൾ ബ്രിട്ടീഷ് അധിനിവേശവുമായി ബന്ധപ്പെട്ട ഒരു ലീഗൽ റീകോൺഫിഗറേഷൻസ്, മുഗൾ അദാലത്ത് സിസ്റ്റത്തിൽ നിന്ന് ഒരു മോഡേൺ കോർട്ട് സിസ്റ്റത്തിലേക്ക് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ റിഡക്ഷൻ ഓഫ് ഇസ്ലാമിക് ലോ ടു എ സെർട്ടേൺ സെക്ഷൻ വേർ പേഴ്സണൽ ലോ ഈസ് ബീങ് ബേസ്ഡ്. ആദ്യകാലത്തും ഇസ്ലാമിക് ലോ ആയിരുന്നു കോമൺലി അപ്ലൈ ചെയ്യപ്പെട്ടിരുന്നത്. പിന്നീട് ഒരു കോമൺ ലോ ഉയർന്നു വരികയും ഇസ്ലാമിക് ലോ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ചെയ്ത് അങ്ങനെയാണ് മുസ്ലിം പേഴ്സണൽ ലോ ഫോർമേഷൻ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റഡീസ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ജൂലിയസ് സ്റ്റീഫൻസിൻ്റെ ഗവേണിംഗ് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകം അത് ചർച്ച ചെയ്തിട്ടുണ്ട്. മിത്ര ഷറഫിയുടെ പാർസി ലോവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്റ്റഡികൾ, അതേപോലെ ഞാൻ ഇപ്പോൾ നിലവിൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള രാധിക സിൻഹയുടെ ഡെസ്പോട്ടിസം ഓഫ് ലോ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ഒരു ലീഗൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നടന്നത്, അതായത് എങ്ങനെയാണ് പേഴ്സണൽ ലോൻ്റെ ഒരു ഫോർമേഷനിലേക്ക് ജനറൽ ലോ ഉയർന്നു വരികയും ഈ സിവിൽ ലോ ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ഒരു റിലീജിയസ് ഒരു സ്റ്റേറ്റ് സെക്കുലറൈസേഷൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു മാർജിനലൈസേഷൻ ഓഫ് ഇസ്ലാമിക് ലോ ഉണ്ട്. അപ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിക്കും അപ്പുറത്ത് ഈ മാർജിനലൈസേഷനോട് കൂടെ തന്നെ നടക്കുന്നത് ദർ ആർ സം റീവർക്കിംഗ് ഇൻ ദ വെരി ഡെഫിനിഷൻ ഓഫ് ലോ ഈസ് ഓൾസോ ഹാപ്പൻഡ്. സം കാറ്റഗറീസ് ഹാവ് ബീൻ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ആൻഡ് അപ്പോൾ നമ്മൾ ഈ കാറ്റഗറീസിലേക്ക് നമ്മൾ കാര്യമായിട്ടുള്ള ആലോചന പോയിട്ടില്ലെങ്കിൽ വാട്ട് വി റീച്ച്, നമ്മളെവിടെയാണ് എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ് എത്തുക. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഇടയിൽ നടക്കുന്ന പല ഡിസ്കഷനുകളിലും അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ട് വരുന്ന പല പ്രശ്നങ്ങളെയും നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ വി ആർ ഞാനൊരു ലാംബക്കിയൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ വി ആർ ഇൻ എ കാറ്റഗറി മിസ്റ്റേക്ക് സംടൈംസ്. അത് നമുക്ക് 2 ഡിഫറെൻറ്റ് രജിസ്റ്ററിൽ കിടക്കുന്ന 2 സാധനത്തെ ചിലത് അവിടെ നിന്നും ഇവിടെ നിന്നും മനസ്സിലാക്കുകയും നമ്മുടെ ഒരു ഡിസ്കസീവ് രജിസ്റ്റർ ഏതാണെന്ന് പലപ്പോഴും മനസ്സിലാവായ്മത് ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരു കാറ്റഗറി മിസ്റ്റേക്കിനകത്ത് പലപ്പോഴും പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് പലപ്പോഴും പല രൂപത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്നു. ആ ഒരു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി വരുന്നു എന്നുള്ളത് ഇറ്റ് ഈസ് ആൾസോ എ റിഫ്ലക്ഷൻ ഓഫ് ഹൗ മോഡേണിറ്റി ഫങ്ഷൻ ഇൻ അസ്. അപ്പോൾ നമ്മുടെ മോഡേണിറ്റി എങ്ങനെയാണ് നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മുടെയൊക്കെ ലൈഫിനെ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ദ ന്യൂ വേ ഓഫ് പുതിയ ക്വസ്റ്റ്യൻസുകൾ എമർജ് ചെയ്ത് വരുന്നു. ഹുസൈൻ അലി അഗ്രാമൊക്കെ പറഞ്ഞതുപോലെ പുതിയ ക്വസ്റ്റ്യൻസ് എമർജ് ചെയ്ത് വരുന്നു, പുതിയ കൺസേൺസ്, പുതിയ ഇൻസ്റ്റബിലിറ്റീസ്, ഇൻകൺസിസ്റ്റൻസീസ്, അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ഡിസ്കസീവ് രജിസ്റ്ററിനെ കൃത്യമായി മനസ്സിലാക്കുക, എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ പൂർണ്ണമായിട്ട് അതിനെ സമീപിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വരുന്നത് എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക് ലോ എന്ന് പറയുന്ന ഈ ഒരു വിഷയം വിശദമായി മനസ്സിലാക്കാനുള്ളതാണ്. അതിലേക്ക് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന 2 അപ്രോച്ചുകളും ആ 2 അപ്രോച്ചുകൾ തമ്മിലുള്ള ഡിഫറൻസുകളും ആ ഡിഫറൻസിനകത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ ലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് വളരെ ബേസിക്കായിട്ട് ഞാൻ സംസാരിച്ചത്. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു.